കാൽക്കുലേറ്റർ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആര് പ്ലേ ഓഫിൽ പോകുന്നറിയാൻ. ഇന്നലെ ഈ 30 റൺസിന് മുംബൈ ഇന്ത്യൻസിനെ രാജസ്ഥാൻ റോയൽസ് തകർത്തു. അവർ പ്ലേ ഓഫിൽ സ്ഥാനം നേടി. പഞ്ചാബ് ഔട്ട്, KKR ഔട്ട്. ആദ്യം ബാറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ രാജസ്ഥാൻ റോയൽസ് 27 റൺസ് എടുത്ത നമ്മുടെ യശസ്വി ജയ്സ്വാൾ, 4 റൺസ് എടുത്ത വൈഭവ് സൂര്യവംശി, 38 റൺസ് എടുത്ത ധ്രുവ് ജുറൽ, ദെൻ 29 റൺസ് എടുത്ത ദുഷൻ ഷാനകെ, ദെൻ 18 റൺസ് എടുത്ത ഡൊണോവൻ ഫെരേര, ദെൻ പക്ഷേ 15 ബോളിൽ 32 റൺസ് എടുത്തിട്ടുള്ള നമ്മുടെ ജെഫ്രി ആർച്ചർ സ്കോർ 205-ലെത്തിച്ചു. തുടർന്ന് മുംബൈയുടെ ബാറ്റിംഗ് നോക്കൂ. രോഹിത് ശർമ്മ 0, 12 റൺസ് എടുത്ത റയാൻ റിക്കിൾട്ടൺ, ദെൻ നമിൻദീർ 0, 60 റൺസ് എടുത്ത സൂര്യകുമാർ യാദവ്, ദെൻ 3 റൺസ് എടുത്ത് തിലക് വർമ്മ, 33 റൺസ് എടുത്ത് വിൽ ജാക്സ്, ദെൻ 34 റൺസ് എടുത്തിട്ടുള്ള നമ്മുടെ ഹാർദിക് പാണ്ഡ്യ. സ്കോർ 175 തികനെ കഴിഞ്ഞുള്ളൂ. 9 വിക്കറ്റിന് 20 ഓവറിൽ 30 റൺസിന്റെ മനോഹരമായ വിജയം. പ്ലേ ഓഫിൽ സ്ഥാനം നേടി RR. ഇപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ KKR 40 റൺസിന് ഡൽഹിയോട് തോറ്റു. 203 റൺസാണ് ഡൽഹി എടുത്തത്. അതിൽ KL രാഹുൽ 60 റൺസ് അടിച്ചു. മറ്റേ KKRന് വേണ്ടിയിട്ട് 63 റൺസ് രഹാനെ അടിച്ചു. പക്ഷേ 3 വിക്കറ്റ് എടുത്തിട്ടുള്ള കുൽദീപ് യാദവ്, ദെൻ 3 വിക്കറ്റ് എടുത്തിട്ടുള്ള നമ്മുടെ ലുങ്കി സനൻഗിഡി ആൻഡ് 2 വിക്കറ്റ് എടുത്ത സ്റ്റാർക്ക്. പക്ഷേ രണ്ടുപേരും ഔട്ടായി. KKR ഔട്ടായി, പഞ്ചാബ് ഔട്ടായി. ഇപ്പോൾ നോക്കൂ, നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഫസ്റ്റ് മറ്റേ ക്വാളിഫയർ ആണ്. GT ഇവരെ നേരിടും. നമ്മുടെ RCB ആയിട്ട് കളിക്കും. അതിൽ ജയിക്കുന്ന ടീം നേരെ ഫൈനലിലേക്ക് പോകും. ബുധനാഴ്ച നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ, അത് എലിമിനേറ്ററിൽ SRHും RRും തമ്മിൽ കളിക്കും. അതിൽ തോൽക്കുന്ന ടീം ഔട്ടാവും. ജയിക്കുന്ന ടീം വെള്ളിയാഴ്ച നാളത്തെ മത്സരത്തിൽ RCBയും നമ്മുടെ GT മത്സരത്തിലുള്ള തോറ്റുള്ള ആളുമായിട്ട് കളിക്കും. ഞായറാഴ്ച ഫൈനൽ.